നിഗൂഢതയാണ് അതെ അതെ എന്താണെന്നുള്ളത്. ഒരു ഇതിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ മൊത്തത്തിലൊരു ഇതിന്റെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിന്റെ ബേസിസിലാണ് ഈ ഫിലിം മൊത്തത്തില് സബ്ജക്ട് സംസാരിക്കുന്നത്. മൃഗങ്ങൾ ഒരിക്കലും പ്രശ്നക്കാര് ആ രീതിയിലാവില്ല. നമ്മളവരെ ഇങ്ങനെ എന്താണ് ട്രിഗർ ചെയ്ത് ഒരു പരിധി എത്തുമ്പോഴാണ് ഇവര് വയലന്റ് ആവുന്നത്. മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആണ് ഈ സോങ് വരുന്നത്. അതൊരു ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇപ്പൊ ഏത് സോങ് വന്നാൽ എങ്ങനെയായിരിക്കും. ഇപ്പൊ നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള ഓരോ ആക്ടേഴ്സിന്റെയും നമ്മൾ കാണുമ്പോഴത്തേക്കും ഓരോ ക്യാരക്ടേഴ്സും ഉണ്ട്. നമുക്ക് ആ ഒരു എനിക്കെന്നെ ഇത് റിലീസ് ആയപ്പോ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത്രയും വിചാരിച്ചില്ലാത്തത് എന്ത് രസമായിട്ടാ ചെയ്തേക്കുന്നത്. ഭയങ്കര രസമായിട്ട് പിന്നെ ആനയൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഷോട്ടുകൾ ഇവിടെ ഒരു ആനയുടെ ഒരു നമ്മള് ആക്ച്വലി ആക്ടേഴ്സിനെ സിനിമ കഴിയുമ്പോ നമ്മള് മറ്റേ ഷോട്ടൊക്കെ കഴിയുമ്പോ കൈയടിക്കാറുണ്ടല്ലോ അവരെ സീൻസ് ഒക്കെ കഴിയുമ്പോ. ഇവിടെ ലിറ്ററലി ആന അഭിനയിച്ച് കഴിഞ്ഞിട്ട് എല്ലാരും കൈയടിച്ചിട്ടുണ്ടോ. അത്ര ഇൻട്രസ്റ്റിംഗ്. വി വർ ഓൾ ഷോക്ക്ഡ്. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് ലർക്ക് എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട സൈജു ചേട്ടൻ, സരിത കുക്കു ആൻഡ് രമ്യ പണിക്കർ. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. ഇപ്പൊ ജൂലൈ 24 ലർക്ക് ഇറങ്ങുകയാണ്. ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ട് ഒരു ഭയങ്കര ഒരു ഡാർക്ക് അടിക്കുന്നു. നമ്മൾ ചില പടത്തിലൊക്കെ പറയില്ല ഭയങ്കര ഒരു ഡാർക്ക് വൈബ് വരുന്നു. അപ്പൊ എന്താണ് നിഗൂഢതയാണ്. അതെ അതെ സൈജു ചേട്ടന്റെ ഒക്കെ മുഖം കണ്ടാൽ തന്നെ 2-3 ആൾക്കാരെ അത് സൈജു ചേട്ടനല്ലേ അല്ലേ? ഈ ഭയങ്കര രൂക്ഷമായ എക്സ്പ്രഷനും കാര്യങ്ങളും. എന്താണ് ആ എക്സ്പ്രഷനിൽ പോണ്ട. ഇയാള് വളരെ നല്ലൊരു വ്യക്തിയാണ് ഈ കഥാപാത്രം. ഓക്കെ. കണ്ടിട്ട് തോന്നുന്നില്ല. വനം വകുപ്പ് മന്ത്രിയാണ്, സരസനാണ്. അതെ അതെ ആൾക്കാർക്ക് വേണ്ടി നിൽക്കുന്ന ഹി നോസ് ദാറ്റ് ഹി ഈസ് ഹോൾഡിംഗ് ദാറ്റ് പൊസിഷൻ. അപ്പം സോഷ്യലി കമ്മിറ്റഡ് ആണ്. ആൾക്കാർ ആരും വന്ന് എന്ത് പ്രശ്നം പറഞ്ഞാലും അതിന് ചെവി കൊടുക്കും. അത് അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അവരുടെ വെൽബീങ്ങിന് വേണ്ടിട്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. പ്രശ്നം തീർക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇവരെ രണ്ടുപേരൊക്കെയാണോ പ്രശ്നം ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ? പാവാണോ? പോസ്റ്റർ കാണുന്നില്ല. പവർ ടു യു രമ്യ ചേച്ചി. എന്താണ് കഥാപാത്രം കാര്യങ്ങളൊക്കെ? എന്റെ കഥാപാത്രം എന്താന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇത്രയും നാൾ എന്റെ കരിയറിൽ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഇപ്പൊ തന്നെ എന്നെ പുറത്താക്കും. അതെ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ കരിയറിൽ വെച്ചിട്ട് ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആരും പ്രതീക്ഷിക്കാത്തൊരു ക്യാരക്ടറാ കിട്ടിയത്. സരിത ചേച്ചി എങ്ങനെയാണ് ഈ ഒരു ലർക്കിലേക്ക് വന്നു ചേർന്നത്? ആക്ച്വലി നിഷാദ് ഖാണ് ഇതിന്റെ ഡയറക്ടർ. സോ നിഷാദ് ഖാന്റെ കൂടെ ഇതിനു മുമ്പേയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഭാരത് സർക്കസ് അതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ആക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലേക്ക് ഡയറക്ട് ചെയ്ത സമയത്ത് എന്നെ വിളിച്ചത്. പിന്നെ ഇതിന് മുമ്പേ ചെയ്ത പടങ്ങളും അതൊക്കെ ഒരു ബേസിസിൽ തന്നെയാണ്. അവസാനം മന്ദാകിനി എന്ന് പറഞ്ഞ പടമാണ് ചെയ്തിട്ടുള്ളത്. സോ അത് അങ്ങനെ ഒരു വി നോ ഈച്ച് അതർ ഫോർ ലോങ് ടൈം. അതുകൊണ്ട് അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണോ ലർക്കിലുള്ളത്? ഒരു ഇതിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ മൊത്തത്തിലൊരു ഇതിന്റെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിന്റെ ബേസിസിലാണ് ഈ ഫിലിം മൊത്തത്തില് സബ്ജക്ട് സംസാരിക്കുന്നത്. അപ്പം സീരിയസ് ആണോ വെച്ചാൽ സീരിയസ് ആണ്. അറ്റ് ദ സെയിം ടൈം എന്റർടൈനിങ് ആണ്. അറ്റ് ദ സെയിം ടൈം വളരെ വിഷ്വലി ആൾക്കാർക്ക് അപ്രോച്ചബിൾ കാണാൻ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം ആയിരിക്കും. സോ എന്തായാലും ചോദിച്ചത് മറന്നുപോയി. അതെ സിനിമയിലേക്ക് വരാം. അപ്പൊ എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് സെൽവി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അവിടെ ഒരു അവിടുത്തെ ഒരു തൊഴിലാളിയാണ് ആ ഗ്രാമത്തിൽ വർക്ക് ചെയ്യുന്ന. വളരെ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന വളരെ സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടറാണ്. വളരെ എല്ലാ കാര്യങ്ങളോടും വളരെ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്.
ഓക്കെ. ആൻഡ് സതീഷ് ചേട്ടാ, ഇപ്പൊ ലാസ്റ്റ് മോഹിനിയാട്ടം ഇറങ്ങിയതിന് ശേഷം ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ആണ് സതീഷ് ചേട്ടന്റെ ഇനി വരുന്നതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് ഒരു ഹ്യൂജ് ഫാൻ ബേസ് കൂടിയതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് കൂടി വെച്ചാല് എന്നോട് എല്ലാരും നല്ലപോലെ തന്നെ പണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നത്. അതെ. അവര് എന്റെ പല പടങ്ങളും കണ്ടതായിട്ട് പറയാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ ഫാൻ അല്ലാത്ത ഒരാള് എനിക്ക് അറിയാമായിരുന്നു, അയാൾ എന്റെ ഫാനായി മാറി, അങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് അറിയാവുന്ന ഒരാളൊക്കെ ഈ 5 പേര് എന്റെ സിനിമകൾ കാണാറില്ലായിരുന്നു, ഇവർക്ക് എന്നെ അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് പറയുകയാണ് മോഹിനിയാട്ടം ഗംഭീരായിരുന്നെന്നോ അല്ലെങ്കിൽ എന്താണ് ഫാനായി മാറിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബേസ് കൂടിയെന്ന് പറയാം, 5 പേരൊക്കെ 5 പേര് കൂടിയെന്ന് പറയാം. പക്ഷെ അതിപ്പോ എനിക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ അറിഞ്ഞു യൂത്തിന്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ My God. ഭയങ്കര ചർച്ചയൊക്കെ ആയിരുന്നു. അടിപൊളി. മാത്രമല്ല കുട്ടികൾ, അതെ, കുട്ടികള് എന്റെ യൂത്ത്. ഫ്ലാറ്റിലുള്ള കുഞ്ഞു കുട്ടികളൊക്കെ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും പറയും, അതെ അതെ ഇതിൽ ഓരോ സീനും പറയും. സത്യം. കാരണം എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ ലർക്കിലേക്ക് വരുമ്പോഴത്തേനും വീണ്ടും കുട്ടികളെ പേടിപ്പിക്കാനായിട്ട് ഞാൻ പേടിപ്പിക്കുന്നൊന്നുമില്ല. അല്ല, പേടിപ്പിക്കുന്നില്ല. നമ്മൾ സിനിമ അങ്ങനെ പേടിപ്പിക്കുന്നൊന്നുമില്ല, നമ്മള് യാഥാർത്ഥ്യമാണ് പറയുന്നത്. എക്സാക്ട്ലി. ഇപ്പം വനമേഖലയില് സംഭവിക്കുന്ന ഇപ്പം കാടാവുമ്പോഴത്തേക്കും അവിടെ എന്താണ് മൃഗങ്ങളുണ്ട്, അവര് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ഇപ്പം നിഷാദേട്ടൻ പറയായിരുന്നു വനവാസം ഉള്ള സ്ഥലത്ത് പുലി വന്നതായിട്ട് അറിയാം, പക്ഷെ കൊല്ലത്ത് ബീച്ചിൽ പുലിയെ കണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റൂട്ട് കോസ് എന്താണ്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ജനറലി നമ്മളങ്ങനെ കാണാറില്ലല്ലോ. അപ്പം അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിനിമയില്. അപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതിനുവേണ്ടി ഇപ്പം സിറ്റിയിലാണ് നമ്മൾ താമസിക്കണമെങ്കിൽ നമ്മളും അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം. നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ആ കാര്യത്തില്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് വനം തന്നെ, കാട് തന്നെയായിരുന്നോ മെയിൻ ലൊക്കേഷൻ? ഞാൻ ആക്ച്വലി 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഷൂട്ട് ഇവിടെ ആയിരുന്നു, കുട്ടിക്കാനം. അതെ അതെ. അപ്പൊ ഞാൻ വനം വകുപ്പ് മന്ത്രിയാണെങ്കിലും വനത്തിലേക്ക് ഞാൻ അങ്ങ് പോയിട്ടില്ല. ഞാൻ വേറെ പടത്തിന് വേണ്ടി പോയിട്ടുണ്ട്, പക്ഷെ ലർക്കിന് വേണ്ടി പോയിട്ടില്ല. വനവകുപ്പ് മന്ത്രിയായിട്ട് വനത്തിലേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അല്ലേ? നിങ്ങളാണോ കൂടുതൽ ടൈം വനത്തിൽ? ഞാൻ പിന്നെ വനം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിലെല്ലാം ഉണ്ട്. മെയിൻലി എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് എന്റെ ഷൂട്ട് നടന്നിട്ടുള്ളത്, മേജർ ആയിട്ടുള്ള പോർഷൻസ്. പിന്നെ ഇത് ഈ സിനിമേന്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ ഇതിൽ പൊളിറ്റിക്കലി എങ്ങനെയാണ് ഇതിൽ ഇടപെടുന്നത് ആൾക്കാർ, പൊളിറ്റിക്കലി ക്യാരക്ടർ പറയുന്ന പോലെ ഇത് എങ്ങനെയാണ് ആൾക്കാരെ ഇടയിൽ എങ്ങനെയാണ് ഇതിനെ അവരെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ഇതിനെ എന്താ പറയാ, ഇപ്പം കാട്ടിലാണ് മനുഷ്യന്മാര് കേറി ഇപ്പം വീടുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊരു വലിയൊരു കോൺഫ്ലിക്റ്റ് തന്നെയാണ് ബേസിക്കലി. സോ അത് എങ്ങനെ പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻസ് അതിൽ വന്നിട്ട് അതിനെങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു, ആൾക്കാരും കംപ്ലീറ്റ്ലി സ്കാറ്റേർഡ് ആക്കുന്നു എന്നുള്ളൊരു ഒരു സാധനം കൂടെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടെന്നാണ് എന്റെ ഒരു മനസ്സിലാക്കല്. സോ ലർക്കിലേക്ക് വരുമ്പം മൃഗങ്ങളാണോ പ്രശ്നക്കാര് അതോ മനുഷ്യരാണോ പ്രശ്നക്കാര്? അത് നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ അറിയാം ആരായിരിക്കും പ്രശ്നക്കാരെന്നുള്ളത്. എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് ഹ്യൂമൻ അല്ലെ? മൃഗങ്ങൾ ഒരിക്കലും പ്രശ്നക്കാര് ആ രീതിയിലാവില്ല. നമ്മൾ അവരെ ഇങ്ങനെ എന്താണ് ട്രിഗർ ചെയ്ത് ഒരു പരിധി എത്തുമ്പോഴാണ് ഇവര് വയലന്റ് ആവുന്നത്. അത് പൂർണ്ണമായിട്ട് ഈ മൂവിയിൽ കാണിക്കുന്നുണ്ട്. നിഷാദേട്ടൻ അങ്ങനെ അത് കാണിച്ചിട്ടുണ്ടാവണം. ഇത് ഭയങ്കര രസമായിട്ട് പിന്നെ ആനയൊക്കെ അഭിനയിക്കുന്നുണ്ട്, ഗംഭീര ഷോട്ടുകളൊക്കെ. ഇവിടെ ഒരു ആനയുടെ ഒരു നമ്മള് ആക്ച്വലി ആക്ടേഴ്സിനെ സിനിമ കഴിയുമ്പോ നമ്മൾ മറ്റേ ഷോട്ടൊക്കെ കഴിയുമ്പോ കൈയടിക്കാറുണ്ടല്ലോ, അവരെ സീൻസ് ഒക്കെ കഴിയുമ്പോ. ഇവിടെ ലിറ്ററലി ആന അഭിനയിച്ചു കഴിഞ്ഞിട്ട് എല്ലാരും കൈയടിച്ചിട്ടുണ്ട്. അത്ര ഇൻട്രസ്റ്റിംഗ്. വി വർ ഓൾ ഷോക്ക്ഡ്. ആനയോട് കൃത്യമായിട്ട് അഭിനയിക്കാൻ പറയുന്ന സാധനം ആന ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ആ ആനനെ കാണുമ്പോ നമുക്ക് പേടിയാവും, ഉറച്ചിട്ട് നിക്കാൻ പറ്റില്ല. പക്ഷെ ആന വന്ന് ഓരോ സീനിൽ ഇത്ര വരെ പോർഷൻ ഇപ്പൊ ഷോട്ട് എടുക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ആ ആക്ഷൻ ഇത്ര വരെ ആണെന്ന് അതിന്റെ കൂടെ ആളുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് അവിടെ നിർത്തണം എന്ന് പറയുമ്പോ അവിടെ നിർത്തിയിട്ടുണ്ട്. ചില സീനുകളൊക്കെ കണ്ടാൽ നമുക്ക്
ഭയങ്കര ഷോക്കിംഗ് ആണ്. അത് ചെയ്യുന്ന കാണുന്ന സമയത്ത് ഉണ്ടായ എക്സൈറ്റ്മെന്റ്, മൈ ഗോഡ്, ഇറ്റ്സ് അമേസിങ്. അത് കാണേണ്ട സീനാണ് ആക്ച്വലി. എലിഫന്റിന്റെ നെയിം വല്ലതും ഉണ്ടോ? എന്തോ പർട്ടിക്കുലർ ആക്ട് ചെയ്ത എലിഫന്റിന് അങ്ങനെ നെയിം, പേര് അങ്ങനെ? ഇല്ല, അതൊരു കാട്ടില് നമ്മൾ അങ്ങനെ സബ്ജക്ട് ആണല്ലോ ഈ സംസാരിച്ചത്. വാലാട്ടി എടുത്ത സമയത്ത് ഒരുപാട് ഡോഗ്സും കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എന്താ ആക്ടേഴ്സിനേക്കാളും കൂടുതൽ പരിഗണിച്ചത് അവരെയാണ്. അവർക്ക് ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കണം, അവരെ ഇടയ്ക്ക് AC ഡോഗ്സിന് അങ്ങനെ ടേക്കൺ കെയർ ചെയ്യണം. അപ്പൊ ഇതിലേക്ക് വരുമ്പോ തന്നെ ആന അല്ലെങ്കിൽ ഇതൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ, ആക്ട് അല്ലെങ്കിൽ ഒരു പാട്ടാണല്ലോ ഈ മൂവിയുടെ, അപ്പൊ അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ കെയറിംഗ് ഒക്കെ കൊടുത്തിരുന്നത് പ്രൊഡക്ഷൻ ടീം. അവർക്കും വേണമല്ലോ ആക്ച്വലി ആവശ്യത്തിനുള്ള എല്ലാ കെയറിംഗ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് വളരെ നല്ലൊരു പ്രൊഡക്ഷൻ ടീമായിരുന്നു ഈ ഒരു സിനിമയെ സംബന്ധിച്ചോളം. വി ആർ ഓൾ വെരി കംഫർട്ടബിൾ. എനിക്ക് നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. സി വൺസ് യു റീച്ച് എ സ്റ്റാർഡം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എല്ലാവർക്കും എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ മുമ്പേ ഉള്ള ഒരു സ്റ്റേജ് ഉണ്ട് ആക്ടേഴ്സിന്റെ. ആ ആക്ടേഴ്സിന്റെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ആ മൊമെന്റിൽ, ആ ആക്ടിങ് സ്പേസിൽ, ആ വർക്കിംഗ് സ്പേസിൽ എങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഇടപെടുന്നു, എങ്ങനെ അവിടുത്തെ ഗ്രൂമേഴ്സ് ഇടപെടുന്നു, എങ്ങനെ ഡയറക്ടർ ഇടപെടുന്നു, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ വർക്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് എന്റെ കാര്യം പറയാൻ പറ്റുമോ കൂടുതൽ, അല്ല എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടോണ്ടുണ്ട്. വി വർ ഓൾ വെരി കംഫർട്ടബിൾ. അതുപോലെ നമുക്ക് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ആക്ടിങ് വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു പ്ലസ് ആയിട്ടാണ്. ബിക്കോസ് അറ്റ്മോസ്ഫിയർ നല്ലതാണെങ്കിൽ മാത്രമേ ഒരു ആക്ടറിനെ കംപ്ലീറ്റ്ലി നമുക്ക് ആക്ട് ചെയ്തിട്ട് എന്താ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. പല സ്ഥലങ്ങളിലും നമുക്കത് ചെയ്യാൻ പറ്റാറില്ല. ഭയങ്കരമായിട്ടുള്ള അൺകംഫർട്ടബിൾ സിറ്റുവേഷൻസ് ഒക്കെ കാരണം. അൺകംഫർട്ടബിൾ ഇൻ സെൻസ് കി ചിലപ്പം ചുറ്റുള്ള ആൾക്കാരായിരിക്കാം, അത് അൺനോയിങ്ലി ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ നോയിങ്ലി പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല, അൺനോയിങ്ലി ഉണ്ടാവുന്ന അറ്റ്മോസ്ഫിയറിൽ നമുക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ പോകാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ നിഷാദ് ഖാന്റെ കൂടെ 3rd പ്രൊഡക്ഷനാണ് ചെയ്യുന്നെങ്കിൽ ഈ 3 പ്രൊഡക്ഷനിലും വളരെ കംഫർട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടായിട്ടുള്ളത്. സ്പെഷ്യലി ഇക്ക ഡയറക്ട് ചെയ്തൊരു പടത്തില് ഐ പേഴ്സണലി ഫെൽറ്റ് ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ. അതുകൊണ്ടാണ് പിന്നെയും വിളിക്കുമ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാനുള്ളൊരു ഇതും വരുന്നത്. സോ ആ തരത്തില് ദിസ് ഫിലിം ഇസ് ആക്ച്വലി വെരി ഗുഡ് ഫോർ മീ. ഐ ഡോണ്ട് നോ അബൌട്ട് ഹർ. ഓക്കെ. ഇപ്പൊ ഈ ആനിമൽ അല്ലെങ്കിൽ ആനിമൽ മനുഷ്യനും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിപ്പം വനം ബേസ്ഡ് ഒക്കെ മൂവീസ് ഇറക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ആ ഏരിയയിൽ താമസിക്കുന്നവർ ഇങ്ങനെ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്, താമസിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അല്ല, പലതരത്തിൽ ഡിബേറ്റ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആഫ്റ്റർ ദിസ് റിലീസ് ഓഫ് ദിസ് മൂവി? നമ്മള് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡിബേറ്റിലേക്ക് പോകാൻ സാധ്യതയില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റ വാക്കിൽ തന്നെ ഒതുങ്ങി. വളരെ ക്ലിയർ ആയിട്ട് ഡിബേറ്റിലേക്കൊന്നും പോവാൻ സാധ്യതയില്ല എന്നാണ് സംഭവിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് തന്നെ ഗുണം ചെയ്യും. ബട്ട് അറിയില്ല, അതിപ്പോ നിഷാദ് ചോദിക്കേണ്ടി വരും എന്താണ് ചെയ്തു വെച്ചിരിക്കണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ മൊത്തത്തിലൊന്നും കണ്ടിട്ടില്ല, ഫുൾ ക്രാഫ്റ്റ് കണ്ടില്ല, ആരും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്റെ ഒരു പ്രിവ്യൂള്ള സമയത്ത് ജസ്റ്റ് ചെന്നൈന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു നിങ്ങളുടെ? ലാസ്റ്റ് എല്ലാം കട്ട് ചെയ്തിട്ട് വന്നിട്ട് പിന്നെ എപ്പോഴാ റിലീസ് ആവാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും ചോദിക്കും എന്നാ സാർ റിലീസ് എപ്പോഴാണ്. അപ്പൊ സഹിച്ചേട്ടാ മാത്രമാണ് കാണാത്തുള്ളൂ, ഞങ്ങളും കണ്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഇപ്പൊ എക്കോ പോലത്തെ ആയാലും ഇപ്പൊ ബാലൻ, അതിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ ആ മൂഡിലേക്ക് ഇങ്ങനെ വർത്തിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ പ്രശാന്ത് ഏട്ടന്റെ ബ്രദർ അല്ലേ, പ്രകാശ് അലക്സാണ്ടർ ആണ് ഇതിന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ചെയ്തിരിക്കുന്നത്. പാടിയിരിക്കുന്നത് ജാസി ചേട്ടനാണ്. അപ്പം അത് ഒരുപാട് കമന്റ്സ് വന്നു. ആ ഒരു മൂഡും AI ക്രിയേഷൻ ആണെന്ന് തോന്നണം അല്ലേ? അപ്പൊ ആ ഒരു മൂഡും ജാസി ചേട്ടന്റെ ശബ്ദം എല്ലാം ഒരു മൂഡ് തരുന്നുണ്ട്. അപ്പൊ ആർക്കാ പറയാൻ പറ്റുന്നത് നല്ലോണം? അതെ അതെ, മൊത്തത്തിൽ പടം കണ്ടിരിക്കുന്ന ആള് പറയും. നമ്മൾ ആക്ച്വലി സിനിമയില് അതിന്റെ ഒരു അത് പ്ലേസ് ചെയ്തിരിക്കുന്ന വേറൊരു സ്ഥലത്താണ്. പക്ഷെ ഇപ്പം നമ്മളത് റിലീസിന്റെ ഭാഗമായിട്ട് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫുൾ ലെങ്ത് ആയിട്ട് നമുക്കത് വിഷ്വലി കാണാൻ പറ്റുന്നു എന്നുള്ളത്. ആൻഡ് അത് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു AI സോങ് ആണ്. മലയാളത്തില് ആദ്യമായിട്ട് ചെയ്ത സോങ് ആണ്. അതിൽ എനിക്കൊന്ന് എല്ലാ ക്യാരക്ടേഴ്സും
അതിൽ വന്നു പോയിട്ടുണ്ട്. ഈ സിനിമേന്റെ മോസ്റ്റ് ഓഫ് ദ മേജർ ക്യാരക്ടേഴ്സ് എല്ലാരും അതിൽ ക്യാരക്ടേഴ്സ് വന്നു പോയിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇൻ ടോട്ടാലിറ്റിയിൽ ഫിലിമിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, ഓഫ് കോഴ്സ് സിനിമേനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാനാണല്ലോ ഒരു മ്യൂസിക് എന്ന് പറയുന്നത്. സോ ആ സപ്പോർട്ട് ഈ ഫിലിമിൽ വളരെ ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. ഈ എ ഐ വരുമ്പത്തേനും എങ്ങനെ സിനിമേനെ ബാധിക്കുവോ ഇല്ലയോ? റോഷൻ ചേട്ടനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. എ ഐ വരുന്നത് നല്ലതല്ലേ? കുറേ ഇൻപുട്സ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പത്തിന് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റും. എങ്ങനെയാണ് എ ഐ സിനിമയായിട്ട് എങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നതിനോട് താല്പര്യപ്പെടുന്നുണ്ടോ സൈജു ചേട്ടൻ? അല്ല, ആവശ്യം വന്നാൽ ഇപ്പം ഒറിജിനൽ പുലിയെ വെച്ചൊന്നും നമുക്ക് ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പം അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ സോ കോൾഡ് മനുഷ്യരുടെ എ ഐ വെച്ചിട്ട് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഒരു ഫുൾ ലെങ്ത് പടം എ ഐയിലൊക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അത് വർക്ക് ആവുമായിരിക്കും. ബട്ട് ഒരു ആക്ടർ ഇല്ലാണ്ട് ആക്ടറുടെ ഫേസ് മാത്രം വെച്ചിട്ട്, സോ ഈ ആക്ടേഴ്സ് ആ സമയത്താണല്ലോ അവര് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ആ എക്സ്പ്രഷൻ എന്താന്നുള്ളത് ഒരു എ ഐയിൽ ചിലപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് അതൊരു ഒരു എന്താണ് പ്രശ്നമാണ്. അത് എയില് അങ്ങനെ ഒരു മനുഷ്യരെ ക്രിയേറ്റ് ചെയ്താല് പിന്നെ ഒരു ലൈവ് കിട്ടില്ല നമുക്ക്. ഒരിക്കലും ഒരു മനുഷ്യനെ ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ ഓർ എനി അതർ ആപ്സ് കനോട്ട് റീപ്ലേസ്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. അല്ലെ, അങ്ങനെ ഒരിക്കലും ചെയ്യും. ആക്ടർ തന്നെയാണ് ഡെഫിനറ്റ്ലി. അതിനെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റില്ല. ബട്ട് ഓഫ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇപ്പൊ നമ്മൾ ആനിമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് മുതലേ ആനിമേഷൻസ് ഉണ്ട്. അപ്പം അതുപോലെ അത് ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് സോ പീപ്പിൾ ആർ ഗോണ സോ മച്ച് ഓഫ് ദേ ആർ ഗോണ എൻജോയ് കംപ്ലീറ്റ്ലി എൻജോയ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. ഓക്കെ. അതെ, നമുക്കൊരു റീൽ കട്ടിലൊക്കെ നമുക്ക് ഒരു മൂവി ഫ്യൂച്ചറിൽ ഇനി എന്തൊക്കെ അപ്ഡേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഷോർട്ട് ടേം രസാണ് കണ്ടിരിക്കാം, ആനിമേഷൻ പോലെ കണ്ടിരിക്കാൻ പറ്റും. പക്ഷെ ഒരു സിനിമന്റെ ഒരു മനുഷ്യന്മാർ അഭിനയിച്ചതും അതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് പ്രൊമോഷൻ സോങ് ആണ്. അതാണ് ഞങ്ങൾ കണ്ടിരിക്കുന്ന ഒരു വേർഷൻ ഓഫ് എല്ലാവർക്കും ഒരു പാട്ടെന്ന്. അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാണ്. ഇപ്പൊ ഒരു പടത്തിൽ അങ്ങനെ ഒരു സോങ് ആയിട്ട് ഇങ്ങനെ ഒരു ഫുള്ളി ഒരു അറ്റംപ്റ്റ് ഒരു മൂവിയിലേക്ക് വന്നിട്ടില്ല. അപ്പം അത് എങ്ങനെ നോക്കി കാണുന്നു? ഒരു പ്രൊമോഷൻ സോങ്, അതൊരു മ്യൂസിക് BGM എല്ലാം വെച്ച് ആ ഒരു ഡാർക്ക് മൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആണ് ഈ സോങ് വരുന്നത്. അതിലൊരു ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇപ്പൊ സോങ് വന്നാൽ എങ്ങനെയായിരിക്കും. ഇപ്പൊ നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള ഓരോ ആക്ടേഴ്സിന്റെയും നമ്മൾ കാണുമ്പോഴത്തേക്കും ഓരോ ക്യാരക്ടേഴ്സും ഉണ്ട്. നമുക്ക് ആ ഒരു എനിക്ക് തന്നെ ഇത് റിലീസായപ്പോ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ, എന്ത് രസമായിട്ടാ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പറഞ്ഞല്ലേ, ഈ പറഞ്ഞ ഒരു ഷോർട്ട് ഓക്കെ ആണ്. സോങ് ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ആണ്. എനിക്ക് തോന്നുന്നു സാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മാക്സിമം എല്ലാ ആർട്ടിസ്റ്റിനെയും ഇൻക്ലൂഡ് ചെയ്തു. ഇപ്പൊ മെയിൻ 1-2 പേര് അങ്ങനെയല്ല, അതിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. സാറിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ സാറിന്റെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മൂവീസ് ഒക്കെ കാണുമ്പോൾ ഇപ്പൊ ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്നതാണെങ്കിൽ പോലും ആ ആർട്ടിസ്റ്റിനെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സോങ്ങില് ഓൾമോസ്റ്റ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട് ഈ സോങ്ങിൽ. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷമായി. ഇപ്പത്തെ ഈ ഒരു കറന്റ് ഈ ഒരു സെനാരിയോ നോക്കുകയാണെങ്കിൽ എല്ലാവരും മൂവീസ് ഒക്കെ കാണാൻ വ്യൂസ് കൂടിയിട്ടുണ്ടെങ്കിലും പലരും OTT അല്ലെങ്കിൽ OTT റിലീസ് ആവട്ടെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ആ ഒരു കംഫോർട്ട് സ്പേസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില മൂവീസ് ഒക്കെ തിയേറ്ററിൽ കണ്ടാലാണ് അതിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പോലും മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പം ലർക്കിലത്തെ മൂവിയിലേക്ക് വരുമ്പോൾ ഇപ്പൊ എത്ര സക്സസ്ഫുൾ ആയാലും ഇപ്പൊ നമ്മളെ പലരുടെയും പ്രൊഡ്യൂസേഴ്സ് പറയുന്ന അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, പക്ഷെ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല. എല്ലാരും നല്ലതാന്ന് പറയുന്നുണ്ട്. അപ്പം സൈഷേട്ടൻ ഇപ്പൊ എല്ലാ റോളും കൈകാര്യം ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അപ്പം അതെങ്ങനെ നോക്കി കാണുന്നത്? അതായത് ലർക്കിനെ പറ്റിയാണ് ചോദിക്കുന്നത്. പൊതുവെ ഇപ്പൊ ഇത് തിയേറ്ററിലേക്ക് വരികയാണ്, പക്ഷെ ബേസിക്കലി നമുക്ക് നല്ല റിവ്യൂസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു ഫുഡ് ഫ്ലോ തിയേറ്ററിലേക്ക് വരുന്നില്ല. ഒരു ഫോർമുല ഇല്ല ആക്ച്വലി. ഇത് ചില പടങ്ങള് നല്ലതാണെങ്കിലും അത് OTT-ലാണ് ഇത് കൂടുതൽ വർക്ക് ആവുന്നത്. ഇപ്പം വളരെ മോശം പടങ്ങൾ ഇവിടെ ഓടിയിട്ടില്ല. ഒരു മിനിമം ഒരു എന്തെങ്കിലും ഉള്ള സിനിമകളാണ് ഇവിടെ ബോക്സ് ഓഫീസിൽ വർക്കൗട്ട് ആവുന്നത്. അപ്പം പക്ഷെ ചില നല്ല പടങ്ങൾ ഓടാണ്ട് ഇരിക്കുന്നുണ്ട്.
അങ്ങനെ ഉണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ മോശം പടങ്ങൾ ഓടൂല. അത് മാത്രം നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാം. അല്ലാതെ നല്ല പടങ്ങളെല്ലാം ഓടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബോക്സ് ഓഫീസിൽ. OTT പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ കംഫർട്ടിലിരുന്ന് നമ്മൾ അത് കാണുന്നു. അല്ല വീട്ടിലല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് നമ്മൾ കംഫർട്ടിൽ നമ്മൾ കാണുന്നു. അത് ശരിയാണ്. അവർക്ക് ബോക്സ് ഓഫീസിൽ ഹിറ്റായ പടങ്ങൾ അവരിരുന്ന് കാണുന്നുണ്ട്, അല്ലാത്തതും കാണുന്നുണ്ട്. സോ ഓൺലി തിങ് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത് നല്ല പടമല്ലെങ്കിൽ അത് വർക്കൗട്ട് ആവില്ല. അത് പിന്നെ എവിടെയും വർക്കൗട്ട് ആവില്ല. ഇപ്പൊ ചിലർ പറയും ഇത് OTT വർക്ക്, എനിക്ക് അതിന്റെ മനസ്സിലാവുന്നില്ല. തിയേറ്ററിൽ വർക്ക് ആയില്ലെങ്കിൽ എങ്ങനെ OTT വർക്കൗട്ട് ആവും? ചിലവർ ഇങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട്. അതിന് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ചിലവർ തിയേറ്ററിൽ വർക്കായ സംഭവങ്ങളൊന്നും OTT പറ്റത്തില്ല. ആ ഒരു മൂഡും ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഒറ്റയ്ക്ക് ആ ഒരു ക്ലോസ്ഡ് സർഫസ്, അത് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് കണ്ടാലാണ്. ഇപ്പൊ ലെർക്ക് എങ്ങനെയാണ് തിയേറ്ററിൽ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം ആണോ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് അത് പ്രതീക്ഷിക്കുന്നത്? അല്ല, അത് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു നമ്മൾക്ക് ഇപ്പൊ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല. റിലീസായിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴേക്കും കാണുമ്പോഴത്തേക്ക് നമ്മൾക്ക് വളരെ പേഴ്സണലായിട്ട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അന്നും ലോക്ക് കണ്ടിട്ടില്ലെങ്കിൽ. ലോക്ക് റിലീസായി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് എന്താണ് ഈ പടം എന്നുള്ളത് മനസ്സിലാവും. നമ്മള് ഇപ്പൊ നമ്മള് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്, അതിന്റെ ഒരു ചെറുതായിട്ടൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ ഇത് തിയേറ്ററിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോ കമന്റ് ചെയ്യാൻ പറ്റില്ല. പ്രതീക്ഷ ഡെഫിനറ്റ്ലി. നമ്മൾ എല്ലാ പടങ്ങളും പ്രതീക്ഷയോട് കൂടി തന്നെ ചെയ്യുന്നത്. ഒരു പടം പോലും നമ്മൾ പ്രതീക്ഷയില്ലാണ്ട് നമ്മൾ ചെയ്യുന്നില്ല. നിഷാദേട്ടന്റെ കാര്യമാണ്. നിഷാദേട്ടൻ 2007-08 ആണെന്ന് തോന്നുന്നു. 2007-08. സോ എന്റെ ഭയങ്കര മോശം ആയിട്ട് ഇങ്ങനെ ഡൗൺ ആയിരുന്നു എന്റെ കരിയർ ഭയങ്കരമായിട്ട്. സോ ആ സമയത്ത് ആണ് നിഷാദേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കാലത്ത് അത്യാവശ്യം ബോക്സ് ഓഫീസിൽ ഓടിയ ഒരു സിനിമയില്, സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, അതില് എന്നെ ഒരു മേജർ ക്യാരക്ടറിൽ കാസ്റ്റ് ചെയ്തായിരുന്നു. അന്ന് അങ്ങനത്തെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ സംശയമുള്ള പോലത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ആ സമയത്ത് എന്നിലെ ചിലപ്പോൾ ഒരു ആക്ടറിനെ കണ്ടിട്ടായിരിക്കില്ല, ഞങ്ങള് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അപ്പം അത് വെച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ എന്നെ ചിലപ്പോൾ അത് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആയിരിക്കാം എന്നെ എൻ്റെ അത് കാസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് നിഷാദേട്ടന്റെ കയ്യിൽ നിൽക്കാത്ത ടൈപ്പ് ഓഫ് പ്രശ്നമായിരുന്നു. അത് കാരണം പിന്നെ ആ സിനിമയിൽ നിന്ന് എനിക്ക് മാറേണ്ടി വന്നു. സോ ആ സമയം തൊട്ട് ആ പടം പിന്നെ റിലീസായതിനു ശേഷം ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വേറൊരു സിനിമ അതേ ഹീറോയെ വെച്ച് വന്നത്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമുള്ള സിനിമകളായിരുന്നു. നമുക്ക് ഒരു ഭയങ്കര രസം തോന്നുന്നു ആ സിനിമകൾ. സോ അന്ന് പിന്നെ അതിനുശേഷം നിഷാദേട്ടൻ എനിക്കൊന്ന് 10 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിനിമയിൽ എന്നെ വീണ്ടും കാസ്റ്റ് ചെയ്യുന്ന, അതിനകത്ത് എനിക്ക് ഇപ്പൊ ഡേറ്റ് ഇഷ്യൂസ് വരെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതാണ് എനിക്കൊരു ചാൻസ് കിട്ടിയത്. നിഷാദേട്ടനായിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. സോ ഈസ് ഓൾസോ ക്രിക്കറ്റ് പ്ലെയർ. അപ്പൊ നിഷാദേട്ടൻ ഓപ്പോസിറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനല്ല, കുഞ്ചാക്കോ ബോബൻ. അപ്പൊ ഞങ്ങൾ ഷാർജയിലൊക്കെ പോയി കളിച്ചിട്ടുണ്ട്. പുള്ളി ഔട്ടാവില്ല, വലിയ പ്രയാസം ഔട്ടാക്കാൻ. അപ്പം അല്ല ഞാൻ പറയണത്, സോ ഭയങ്കര നല്ലൊരു ബന്ധമാണ്. പിന്നെ നിഷാദേട്ടനെ പറ്റി അറിയാത്ത കുറച്ച് കാര്യങ്ങൾ, കുറച്ചല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു മിമിക് ചെയ്യും. അത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. പുള്ളി അത് ക്യാമറയുടെ മുമ്പിൽ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അതായത് ഒരാളെ പരിചയപ്പെട്ട അയാളെ മിമിക് ചെയ്തിരിക്കും. വോയിസ് ഭയങ്കര പെർഫെക്റ്റ് ആണോന്നൊന്നുമില്ല, ചിലവരുടെയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ബോഡി ലാംഗ്വേജും നമ്മൾ ചില പോസസ് ഒക്കെ എടുക്കുമല്ലോ, ആ പോസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് എടുത്ത് ഭയങ്കര എന്റർടൈനിങ് ആണ്. പക്ഷേ പുള്ളി കോമഡി ജോൺറയില് പടം ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല ഹ്യൂമർ സെൻസ് ആണ്. പിന്നെ നമ്മുടെ ഈ ചാനൽസിൽ ചിലപ്പം സംസാരിക്കാൻ വേണ്ടി വരാറുണ്ടല്ലോ, അതില് കണ്ടറിയാം ഹ്യൂമർ സെൻസ് ഭയങ്കരമാണ് അദ്ദേഹം സംസാരിക്കുന്നതിൽ.
എനിക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഫീൽ ചെയ്യാറുണ്ട്. അതെ, അപ്പൊ സെറ്റ് അത്യാവശ്യം എന്റർടൈനിങ് എന്റർടൈനിങ് ആയിരുന്നു. ചില സമയത്ത് ചില ഈ പറഞ്ഞ ടെക്നിക്കൽ റീസൺസ് കാരണം ചിലപ്പം അദ്ദേഹത്തിന്റെ കിളി പോവുകയും അദ്ദേഹം ചൂടാവുകയും ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. ഈ 3 ദിവസമാണ് ഞാൻ അഭിനയിച്ചത്. അതിന്റെ അകത്ത് 1-2 തവണ പുള്ളി ചൂടായി കണ്ടു. കണ്ടോ? എന്നോടല്ല, പൊതുവെ. പൊതുവെ പക്ഷെ എനിക്ക് പിന്നെ നിഷാദത്തെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആക്ച്വലി ചിരിയാവുന്നത്. ബിക്കോസ് ഇത് ഹ്യൂമർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ബിക്കോസ് ഹി ഈസ് വെരി ഹ്യൂമറസ് ഗൈ. നമുക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ എടുത്താൽ മതിയില്ല അല്ലെ. ഒരാൾ അടുത്തറിഞ്ഞ ആള് ചൂടായാലും നമുക്ക് ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ പണ്ട് എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ എന്തെങ്കിലും കാര്യത്തിന് നമ്മളെ ചീത്ത പറയുമ്പോഴേ ഞാൻ ചിരിക്കുമായിരുന്നു. എനിക്കിപ്പോഴും ഉണ്ട് എവിടം വരെ പോകുന്നത് നമുക്ക് അറിയാം. അച്ഛനും അമ്മയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ചിരിക്കും. പിന്നെ അവർക്ക് പിന്നെ നമ്മളെ അടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇന്നിപ്പോ പിള്ളേരെ നമ്മൾ അടിക്കാറില്ല, പക്ഷെ അന്ന് അടിക്കുമായിരുന്നല്ലോ. അപ്പം ആ അടി മേടിച്ചിട്ട് പിന്നെ ചിരി വന്നാലും നമ്മൾ ഒതുക്കി മിണ്ടാണ്ടിങ്ങനെ ഇരിക്കും. നമുക്കത് അത് ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ അഭിനയിച്ച്, അല്ലെങ്കിൽ ചിരിച്ചതിന് ഒരടിയും കൂടെ നമുക്ക് കൂടുതൽ കിട്ടും. എനിക്കത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരാളിങ്ങനെ ഇരിക്കും, ഞാൻ സിനിമ മാത്രമാണോ ചോദിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ബോക്സ് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ രാമലീല അല്ലെ, സോറി രാസലീല, രാമലീല അല്ല രാസലീല. ഇപ്പൊ നമ്മുടെ ഭരതനാട്യം എടുത്ത് നോക്കുമ്പോഴത്തേന് കോമഡി ഡ്രാമയായിരുന്നു. മോഹിനിയാട്ടം വരുമ്പോഴത്തേനും ഡാർക്ക് കോമഡി ആയിരുന്നു. ഇപ്പൊ രാസലീല ഇനി ഹൊറർ കോമഡി ആണോ? എനിക്ക് ആക്ച്വലി ഇതിന്റെ കഥ അറിയില്ല. സീരിയസ്ലി സീരിയസ്ലി. അതായത് നമ്മുടെ ഈ മോഹിനിയാട്ടത്തിന്റെ പ്ലോട്ട് മാത്രമായിരുന്നു എനിക്ക് അറിയാവുന്നത്. ഞാൻ എന്റെ സ്ക്രിപ്റ്റ് ആക്ച്വലി വായിക്കുന്നത് നമ്മൾ നവംബറിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. നവംബർ 6-ാം തീയതി എങ്ങാണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൂത്തുപറമ്പ്. ഒരു ഒക്ടോബർ ഒക്കെ ആയപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ ആടിന്റെ ഷൂട്ടിൽ ബിസിയാണ്. ഇവൻ എന്നെ ദാസൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടൻ അതായിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലടാ. അപ്പൊ ഒന്ന് കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞ കേൾക്കണം. അപ്പൊ ഫ്രീ ടൈം എപ്പോഴാന്ന് വെച്ചാൽ പറ, ഞാൻ ഫ്രീ ആണ്, ചേട്ടൻ പറ, എന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ ഷൂട്ട് തുടങ്ങിയാൽ മതി. അങ്ങനെ ഒക്ടോബർ മിഡ് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്. അതായത് 20 ദിവസം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണ പടത്തിന്റെ. അതെന്റെ വിശ്വാസമാണ്. ഓൾറെഡി ഞാൻ പടം ചെയ്തു. പിന്നെ മിഥുൻ മേനൽ തോമസ് ഒക്കെ അത് വായിച്ചായിരുന്നു, തോമസ് ഏട്ടൻ വായിച്ചായിരുന്നു. അങ്ങനെ കേൾക്കുന്നവർ ഭയങ്കര അടിപൊളിയാന്ന് പറയുന്നു. സോ ഐ ഹാഡ് ദാറ്റ് കോൺഫിഡൻസ് ഇൻ ഹിം. അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്പൊ അത് പറഞ്ഞ പോലെ ഇപ്പം ഭയങ്കര പ്രിമച്വർ സ്റ്റേജ് ആണ്. അപ്പൊ ഞാൻ തേർഡ് പാർട്ട് ഉണ്ട്. തേർഡ് പാർട്ടിലും ഈ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ തന്നെ ആണ് ഉള്ളതെന്നുള്ളത് അറിയാം. അത് പിന്നെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ഏത് ജോണറിലാണ് വരുന്നതെന്നുള്ളത് അറിയില്ല. അപ്പൊ ഇന്നലെ അതിന്റെ മോഷൻ പോസ്റ്റർ നമ്മൾ റിലീസ് ചെയ്തപ്പം ഒരു ഹൊറർ കോമഡി പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഹൊറർ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. അത് കണ്ടവര് പലരും എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്കത് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്നില്ല. എനിക്കത് ഫീൽ ചെയ്ത് അവർക്കും ഫീൽ ചെയ്ത്. പക്ഷെ ഇത് ഹൊറർ കോമഡി ആണ് നമ്മൾ ചെയ്യാൻ പോണെന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ അവർക്ക് ഇതേപോലെ പിന്നെ എന്ന് പറഞ്ഞ പോലത്തെ ഉള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു അവരെനിക്ക് തന്നത്. പക്ഷെ അത് സത്യം പോലെ പറയുമല്ലോ. ഞാനത് എന്നറിയുന്നു, അതിനുശേഷം നമ്മൾ എന്തെങ്കിലും കണ്ടുമുട്ടുവാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ടെൽ യു ഏത് ജോണറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യും, സുരാജേട്ടനാണോ പ്രേതം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഇനി വേറെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? കൊന്നവരെല്ലാരും പ്രേതമായിട്ട് വരും. എന്തായാലും അത് ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ, നമുക്ക് റാൻഡംലി മെസ്സേജസ് വരും. അപ്പൊ ഈ എന്താണ് മെസ്സേജ് നമുക്ക് അറിയില്ല, കണ്ടന്റ് എന്താണെന്ന് അറിയില്ല. ഹലോ സൈജു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹലോ സൈജു ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇത് മാത്രമേ നോട്ടിഫിക്കേഷനിൽ കാണുള്ളൂ. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ അകത്തെന്താ മാറ്റർ എന്നുള്ളത് കാണുള്ളൂ. ഇവര് തേർഡ് പാർട്ടിന്റെ പ്ലോട്ടും ഐഡിയാസ് ഒക്കെ നമുക്ക് തരുവാണ്. അപ്പൊ ഇത് ഞാൻ വായിക്കുന്നില്ല, പക്ഷെ അത് ഞാൻ സീനാണ്. അപ്പൊ എന്റെ പേടി എന്ന് വെച്ചാല് ഇനി പടം റിലീസ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് സൈജു ഗ്രൂപ്പിന് ഇത്രയും പേര് അയക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒക്കെ സാധനം കാണുമായിരിക്കും. അത് പറയാൻ പറ്റില്ല. അന്ന് ഞാൻ അയച്ചു കൊടുത്ത് വാട്സാപ്പില് ആള് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാല് നമ്മള് പെട്ടു. അപ്പൊ ദൈവത്തെ ഓർത്ത് ആരും പ്ലോട്ട് അയച്ചു തരണ്ട. അത് കൃഷ്ണദാസ് അത് കറക്റ്റ് ആയിട്ട് എഴുതിക്കോളും. നിങ്ങൾ ആരും അയച്ചു തരണ്ട പ്ലീസ്. സൈച്ചേട്ടൻ വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വിടുന്നേ അല്ലേ. അത്രയും എല്ലാരും അപ്പൊ അതിലേക്ക് ഇങ്ങനെ ഇൻവോൾവ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു സന്തോഷം തോന്നും നമുക്ക്. എന്ന് വെച്ചാൽ ആൾക്കാർ ഇത്രയും അത് എന്താണ് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് അതിനെപ്പറ്റി ആലോചിച്ച് എഴുതുകയൊക്കെ ചെയ്യുന്നത്. അപ്പം എന്തായാലും ലർക്കിലേക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ ഇവിടെ ഹെഡ് മാസ്റ്റർ ഇരുന്നിട്ട് ഇവിടെ ഇന്റർവ്യൂ എടുക്കുന്ന പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ എല്ലാം ഡീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കൂ. ഹെഡ് മാസ്റ്റർ ഇരിക്കുന്ന കാര്യമേ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ
ഞങ്ങള് നിഷാദേട്ടനെ പറ്റി പലതും നല്ലത് പറഞ്ഞു. ആ. അതൊക്കെ പുള്ളി പറയരുത്. ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞാന്നുള്ളത് ഓഡിയൻസ് ഫീൽ ചെയ്യും. നിഷാദേട്ടൻ എന്തായാലും അത് ഫീൽ ചെയ്യും. അത് Okay. നമ്മുടെ വിഷയമല്ല. പക്ഷെ അത് നാട്ടുകാരങ്ങനെ വിചാരിക്കില്ല. അതെ, അതെ, അപ്പൊ അതെ. അതുകൊണ്ട് ഇവിടെ ആരുമില്ല. അതെ, നമ്മള് ഇവിടെ നാലുപേര് ആരുമില്ല. മാത്രമേ ഉള്ളൂ. എനിക്കൊരു ഹിന്റ് അവിടെ നിന്നേ ഒരു ഇത് കിട്ടിയതാണ്. അപ്പൊ എന്തായാലും ജൂലൈ 24th റിലീസ് ആണ്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആകട്ടെ. ഞങ്ങളും വെയിറ്റിംഗ് ആണ്. അപ്പം ഇനിയും അടിപൊളി ഒരുപാട് മൂവീസ് നിങ്ങൾക്ക് 3 പേർക്കും ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.